ഇന്നൊരു ദിവസം നമ്മുടെ എല്ലാ ജോലി തിരക്കുകളിൽ നിന്നും മാറി കുറച്ചു നേരം നമുക്ക് അറിയാമെങ്കിലും അറിയാവുന്നതും അറിയാത്തതുമായ കുറേ കാര്യങ്ങൾ കേൾക്കുവാൻ നമുക്കൊരവസരം ഇവിടെയുണ്ട്. ലോകം മുഴുവനും ഉള്ള അമൃത കുടുംബത്തിലെ അംഗങ്ങളെ മാത്രമല്ല, എല്ലാവരെയും അമ്മ ഓമന മക്കളെ എന്നാണ് വിളിക്കാറുള്ളത്. ലോകം ഒരു കുടുംബമായി മാറണം, അതാണ് അമ്മയുടെ സ്വപ്നം. ഒരുവിധം ഒരു 50 വയസ്സിന് മുകളിലൊക്കെ ഉള്ളവർക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പണ്ട് നമ്മുടെ മുതിർന്നവർ ചില കാര്യങ്ങൾ നിർബന്ധിച്ചിരുന്നു. അത് യുക്തിയൊന്നും അവർ പറഞ്ഞു തരികയില്ല, പക്ഷേ അത് തലമുറകളായി കിട്ടിയ ഒരു അറിവാണ്. ആഹാരത്തിൻ്റെ പരിശുദ്ധി ഉണ്ടായാൽ അത് തന്നെ മതി മോക്ഷത്തിന് എന്നൊരു പ്രസ്താവനയുണ്ട്. ആഹാരശുദ്ധവും സത്വശുദ്ധിയും. ആഹാരം ശുദ്ധമായാൽ മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമാകുന്നതിലൂടെ ഇത് ഭാരതീയ ചിന്താ പദ്ധതിയുടെ ഒരു പ്രത്യേകതയാണ്. ആഹാരത്തെ നമ്മൾ ശരീരത്തിന് പോഷണം എന്നതിലുപരി മനസ്സിന് കൂടി ഒരു പോഷണമായിട്ടാണ് നമ്മൾ ആഹാരത്തെ കണ്ടിരിക്കുന്നത്. ഈ കൈയടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ, കൈയടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? എന്തൊക്കെയായിരിക്കും കൈയടിക്കാൻ? സാർ എന്തായിരിക്കും സാറേ കൈയടിക്കുമ്പോൾ? അറിവുകളെല്ലാം പ്രവർത്തനമാവും. അപ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് രക്തയോട്ടം കൂടുമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതെ, മെഡിക്കൽ ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വന്ന് പറയുക, മറ്റേ വെയിറ്റ് ഒക്കെ കുറയ്ക്കുന്നത് നിങ്ങൾ നന്നായിട്ടൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഈ പച്ചയ്ക്ക് കഴിക്കുന്ന അതല്ലേ പിന്നെ മണ്ണൊക്കെ വാരി തലയിലും കാലിലൊക്കെ തേക്കുന്നു. നല്ല ഇത് ചേഞ്ച് ഉണ്ട്. സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. രാവിലെ വെള്ളം കുടിക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ദഹനശക്തി കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് പേര് ഈ ബെഡ് കോഫി കുടിക്കുന്നവരുണ്ട്. അതുകൊണ്ടുള്ള ദോഷം എന്താണെന്നറിയോ? നമുക്ക് രാവിലെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി അത്ര കൂടുതലായിരിക്കത്തില്ല. ഈ പാലും ചായയായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതങ്ങ് കെട്ടുപോകും. ഒരു 100 പേരെങ്കിലും 100-150 ആൾക്കാർ കാലവും പ്രയത്നവും ഈശ്വരകൃപയും ഒത്തുചേർന്ന് നമ്മുടെ മുമ്പിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്. എന്നാലും മാക്സിമം ആൾക്കാർ വന്നത് തന്നെ വലിയൊരു അതിശയമാണ്. അറൗണ്ട് 200 ഹാഡ് പാർട്ടിസിപ്പേറ്റഡ്. അപ്പോൾ ഈ 17 വർഷവും എനിക്കിവിടെ നിൽക്കാൻ സാധിച്ചെന്നെ അമ്മയുടെ ഒരു കൃപയായിട്ട് ഞാൻ കാണുന്നു. വളരെ നല്ല സെഷനായിരുന്നു. പിന്നെ ഇവിടുത്തെ നല്ല മെമ്മറീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ല ഓരോ ദിവസവും നല്ല മെമ്മറീസാണ്. അതുകൊണ്ട് ഒരു മെമ്മറിന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് ജയമോഹൻ സാറിനെ കാണുന്നത്. സാറിൻ്റെ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാറിൻ്റെ വർത്താനം ഭയങ്കര സൂപ്പറായിരുന്നു. എല്ലാം നല്ല ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി, ഭക്ഷണത്തിനെ സംബന്ധിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും. എങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ഒരു വെൽനെസ് ആൻഡ് ഇത് വെൽത്ത്, അതൊരു നന്നായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങും തന്നെ വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. അതിന് വളരെ നന്ദി ഉണ്ട്. ഇനിയുള്ള ലൈഫിൽ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു പോയാൽ ചാൻസ് ഉള്ളത് ഞാൻ വിട്ടുകളയുന്നതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിച്ച് നീങ്ങുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതുപോലെ ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടാകും. ഇതാണ് എനിക്ക് ഇന്നത്തെ സെഷനിൽ നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള വളരെ നല്ല സെഷനായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് 8:45 തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 8:45 തുടങ്ങി. അതേപോലെ ഓരോ സെഷനും പറഞ്ഞ ടൈമിൽ തുടങ്ങുകയും പറഞ്ഞ ടൈമിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. അത് ഹരിഹർത്ത് സാറ് പറഞ്ഞതിനുള്ള ഉത്തരവായിട്ടല്ല പറയുന്നത്. ആ ഒരു ടൈം കീപ്പിംഗ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്.